ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ അരോമ ടേസ്റ്റ് ബഡ്സ്. എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് നോക്കിയപ്പം ഈ രണ്ട് പഴം ഏതൊക്ക നല്ല പഴുത്തിരിക്കുന്നു. അപ്പോൾ ഒരുമാതിരി തൊലിയൊക്കെ ഒത്തിരി ബ്ലാക്കായി, പക്ഷേ പഴം അഴുക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ദോശമാവ് ബാക്കിയുണ്ട്, 2 ടേബിൾ സ്പൂൺ, 2 തവി ദോശ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഇതും കൂടെ ചേർത്ത് ഈ ദോശമാവിനകത്ത് മുക്കിയൊരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം പലർക്കും അറിയാമായിരിക്കും, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്നാൽ നേരെ കിച്ചണിലോട്ട് പോകാം. നമുക്ക് എങ്ങനെയാണ് ഇത് ദോശമാവ് കൊണ്ട് നമുക്ക് ഈ പഴംപൊരി ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ 2 തവി ദോശമാവുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ദോശമാവ് ഈ പാത്രത്തിനകത്തോട്ട് നമുക്ക് ഒഴിക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്, മൈദ ചേർക്കുന്നില്ല. അപ്പം പഴം 3 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി, പിന്നെ പഞ്ചസാര, പിന്നെ ഇച്ചിരി ഉപ്പ്, വേണമെങ്കിൽ ജീരകം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഏലക്കപ്പൊടിയും ചേർക്കാം. അപ്പം അത് ചേർക്കുന്നതിന് വഴിയേ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയെ ചേർക്കുന്നത്. നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. 1 കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പഴം എത്രയൊക്കെ ഉള്ളൂ. 1 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ നമ്മൾ പഞ്ചസാര, ഉപ്പ്, ജീരകം. സ്വാദിഷ്ടമായ ഹോട്ടൽ ഉണ്ടാക്കുന്ന ടൈപ്പ് സെയിം ഗോതമ്പ് പൊടി നല്ല തിക്ക് ബാറ്ററായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പഴമെല്ലാം കട്ട് ചെയ്തിട്ട് ഈ മാവിനകത്തോട്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഈ തിളയ്ക്കുന്ന പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഭാഗമായി നമുക്ക് ഒന്ന് തിരിച്ചിടാം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ട് വേണം അത് തിരിച്ചിടാൻ. കാരണം നമ്മൾ ഒത്തിരി എണ്ണയ്ക്കകത്തല്ല നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഒരു ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കുക. എല്ലാം ഒന്ന് നമുക്ക് മറിച്ചും തിരിച്ചു വിടാം. അപ്പം നല്ല മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ, അത് മാവ് നല്ലതായിട്ട് കൂട്ടഡായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ടേസ്റ്റി ആയിട്ട് ഹോട്ടൽ സ്റ്റൈൽ തന്നെയാണ്. ഇതാണ് അതിൻ്റെ സീക്രട്ട് എന്ന് ഇപ്പോൾ ഈയിടയ്ക്കാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതും മൈദമാവിലല്ല, ഗോതമ്പ് മാവിലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പഴംപൊരി നിങ്ങൾക്കത് ദോശമാവും ആട്ടയും കൂടെ ഹെൽത്തി കോമ്പിനേഷൻ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഈ ദോശമാവ് ഉള്ളത് കൊണ്ട് ക്രിസ്പിയും, പിന്നെ ഗോതമ്പ് പൊടി നമുക്ക് ഹെൽത്തിയും. അപ്പോൾ ഇങ്ങനൊരു ഹെൽത്തി വേർഷനിലുള്ള പഴംപൊരി ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീട്ടിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഇത് നോക്കുക. ഇതൊരു നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു വിഭവമാണ്, ഒരു സ്നാക്ക്. ട്രൈ ഔട്ട് ചെയ്യുക. ഇനി പുതുതായിട്ട് ഒരു ഡിഷുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.